എല്ലാ മാന്യപ്രേക്ഷകർക്കും വേർഡ്സ് ഓഫ് ട്രൂത്തിലേക്ക് സ്വാഗതം. വീണ്ടും ഒരു പ്രാവശ്യം കൂടെ നിങ്ങളുടെ മുമ്പിൽ ദൈവത്തിൻ്റെ വചനവുമായി എത്തുവാൻ സർവശക്തനായ ദൈവം അനുവദിച്ച നല്ല സാഹചര്യങ്ങൾക്കായി ഞാൻ സ്തോത്രം ചെയ്യുകയാണ്. കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ദൈവത്തിൻ്റെ കൃപയെ അനുഭവിപ്പാൻ നമ്മൾ ഒരുക്കത്തോടെ പ്രാർത്ഥനയോടെ ആമേൻ നിങ്ങളുടെ വീടുകളിലായിരിക്കാം. ദൈവം ഇന്ന് പകലിലും നിങ്ങളോട് സംസാരിക്കുന്ന ഒരു സെക്ഷനാക്കിയ ദൈവം ഇതിനെ മാറ്റും, അതിന് യാതൊരു സംശയവുമില്ല. കഴിഞ്ഞ പ്രോഗ്രാമുകൾ കണ്ട അനേകർ ഞങ്ങളെ വിളിക്കുവാനിടയെത്തിയിരുന്നു. പലർക്കും പല വിടുതലുകളെ കർത്താവ് അയച്ചു. അതിനൊക്കെ ഓർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുകയാണ്. ഈ നാളുകളിൽ ഇനിയും കർത്താവിൻ്റെ വിടുതൽ അനുഭവിപ്പാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുക, ആമേൻ, ഒരുങ്ങുക. അതുപോലെ തന്നെ ഇന്നത്തെ മീറ്റിംഗ് സ്പോൺസർ ചെയ്തിരിക്കുന്ന ഒരു ഫാമിലിയുണ്ട്. തിരുവനന്തപുരത്ത് കാനക്കുഴി ഭാഗത്തുനിന്ന് ബ്രദർ അനിൽകുമാർ ആൻഡ് ഫാമിലി എന്ന കുടുംബമാണ് ഈ പ്രോഗ്രാം നിങ്ങൾക്കായി സ്പോൺസർ ചെയ്തിരിക്കുന്നത്. ആ കുടുംബത്തിന് വേണ്ടി ഒരു വാക്ക് നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു. തൻ്റെ ഒരു കോൺട്രാക്ടറാണ്. തൻ്റെ വർക്കുകളെ ദൈവം അനുഗ്രഹിപ്പാൻ, നല്ല വർക്കുകൾ ദൈവം തനിക്ക് കൊടുക്കുവാൻ, തൻ്റെ കുടുംബിനിക്കായി 2 കുഞ്ഞുങ്ങളുണ്ട്. അവരെ ഓർത്ത് നമുക്കൊരു വാക്ക് ദൈവത്തോടൊന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, ഞങ്ങളുടെ നല്ല കർത്താവേ, ഇന്നത്തെ ഈ മീറ്റിംഗ് സ്പോൺസർ ചെയ്തിരിക്കുന്ന ആ ഫാമിലിക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവം അവരെ മാനിക്കണം, കർത്താവ് അവരെ അനുഗ്രഹിക്കണം. അവർക്ക് ആവശ്യമായിരിക്കുന്ന എല്ലാ അനുഗ്രഹവും എല്ലാ നന്മയും എൻ്റെ കർത്താവ് കൊടുക്കട്ടെ. പരിശുദ്ധാത്മാവെ, നല്ല വർക്കുകളെ പ്രിയദാസൻ്റെ പേരിൽ ദൈവം കൈമാറട്ടെ. നല്ല ജോലിയെ ദൈവം കൊടുക്കട്ടെ. കർത്താവെ, നിൻ്റെ കൃപയും നിൻ്റെ സാന്നിധ്യവും അവിടെ പകരുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവെ, അവിടുന്ന് പ്രിയദാസനോട് കൂടെ ഇരിക്കണം. ഞാൻ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ കൃപ കൂടെ ഇരിക്കട്ടെ. പരിശുദ്ധാത്മാവെ, അവരുടെ എല്ലാ വരുമാനങ്ങളെയും പുഷ്ടിപ്പെടുത്തട്ടെ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ, ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്തതിനുള്ള പ്രത്യേക നന്ദിയെ ഞാൻ ആ കുടുംബത്തെ അറിയിക്കുന്നു. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ. ദൈവത്തിൻ്റെ വചനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുവരാം. വിശുദ്ധ ബൈബിളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ഞാൻ കൊണ്ടുവരികയാണ്. ഉൽപ്പത്തിയുടെ പുസ്തകം 17-ാമത്തെ അധ്യായം, അതിൻ്റെ 16-17 വാക്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി വായിക്കാൻ കർത്താവിൻ്റെ നാമത്തിൽ താല്പര്യപ്പെടുകയാണ്. അവിടെ ഇങ്ങനെ പറയുന്നു: ഞാൻ അവളെ അനുഗ്രഹിച്ച് അവളിൽ നിന്ന് നിനക്ക് ഒരു മകനെ തരും. ഞാൻ അവളെ അനുഗ്രഹിക്കുകയും അവൾ ജാതികൾക്ക് മാതാവായി തീരുകയും ജാതികളുടെ രാജാക്കന്മാർ അവളിൽ നിന്ന് ഉത്ഭവിക്കുകയും ചെയ്യും എന്നരുളി ചെയ്തു. അപ്പോൾ അബ്രഹാം കവിണ്ണ് വീണ് ചിരിച്ചു. 100 വയസ്സുള്ളവന് മകൻ ജനിക്കുമോ? 90 വയസ്സുള്ള സാറ പ്രസവിക്കുമോ എന്ന് തൻ്റെ ഹൃദയത്തിൽ പറഞ്ഞു. ആമേൻ. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു വേദഭാഗമാണ് ഞാൻ വായിച്ചത്. എനിക്കത് വായിച്ച് കേൾക്കുമ്പോൾ ഒത്തിരി ആമേൻ എൻ്റെ ഉള്ളിനകത്ത് അവിശ്വാസത്തിൽ കിടന്ന അബ്രഹാമിൻ്റെ ചില അനുഭവങ്ങളെയൊക്കെ എനിക്കിങ്ങനെ വെളിപ്പെടാനിടയെത്തിയിരുന്നു. അതുകൊണ്ട് ഞാൻ ഈ ഭാഗത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ഞാൻ കൊണ്ടുവന്നത്. ഇന്ന് ഈ ശബ്ദം കേൾക്കുന്നവരോട് ഞാൻ പറയാം, ദൈവം നിങ്ങൾക്ക് വേണ്ടി വലിയവ ചെയ്യാൻ പോവുകയാണ്. എബ്രഹാമിനെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ? ആരാണ് അബ്രഹാം? എബ്രഹാം എന്ന് പറയുന്ന പുള്ളിയെക്കുറിച്ച് വേദപുസ്തകം വായിക്കുന്നത് എങ്ങനെയാണ്? വിശ്വാസികളുടെ പിതാവെന്ന് നമ്മളൊക്കെ വിളിക്കുന്ന എബ്രഹാം അല്ലേ? വിശ്വാസികളുടെ പിതാവെന്ന് നമ്മളൊക്കെ വിളിക്കുന്ന എബ്രഹാം. ഒന്ന് ചിന്തിക്കണേ, ഈ എബ്രഹാമിൻ്റെ ജീവിതം 75-ാമത്തെ വയസ്സുവരെ താനും സാറായൊക്കെ ഒരുമിച്ച് ജീവിച്ചിട്ടും തൻ്റെ ജീവിതത്തിൽ നന്മ കാണാൻ കഴിയാതിരിക്കുന്ന ഒരു സന്ദർഭത്തിലാണ് ദൈവം ഈ എബ്രഹാമിനെ വിളിച്ചിട്ട് പറയുന്നത്: എബ്രഹാമേ, ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം 1-2 വാക്യങ്ങളൊക്കെ നിങ്ങൾ വീടുകളിലിരിക്കുമ്പോൾ എടുത്തതൊന്ന് വായിച്ച് നോക്കണേ. അവിടെ എന്താ പഠിപ്പിക്കുന്നതെന്ന് അറിയാമോ? അബ്രഹാമിനെ വിളിച്ചു പറഞ്ഞു, ഞാൻ നിന്നെ അനുഗ്രഹിക്കാം. നീ നിൻ്റെ ദേശക്കാരെയും നിൻ്റെ പിതൃഭവനത്തെയും നിൻ്റെ ചാർച്ചക്കാരെയും വിട്ട് ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് വന്നാൽ അബ്രഹാമിനോട് പറഞ്ഞു, ഒരു കണ്ടീഷൻ വെച്ചു പറയുക: ഞാൻ നിന്നെ അനുഗ്രഹിക്കും, നീ ഒരു അനുഗ്രഹമായിരിക്കും, നിന്നെ ഞാൻ അനുഗ്രഹിച്ച ജാതിയാക്കി മാറ്റും. ഈ ഒരു അനുഭവം അബ്രഹാമിൻ്റെ ജീവിതത്തോട് ദൈവം വാക്ക് കൊടുക്കുകയാണ്. ഈ വാക്ക് കേട്ട് വിശ്വസിച്ച് 75-ാമത്തെ വയസ്സിൽ അബ്രഹാം ഇറങ്ങിയതാണ്. 75-ാമത്തെ വയസ്സിൽ അബ്രഹാം ഇറങ്ങി. പക്ഷേ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, വളരെ പ്രതീക്ഷയോടെയാണ് അബ്രഹാം ഇറങ്ങിയത്. വർഷം 1 കഴിഞ്ഞു, വർഷം 2 കഴിഞ്ഞു, വർഷം 3 കഴിഞ്ഞു. ചില ദൈവിക വാഗ്ദത്വങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ട് ആമേൻ പല പ്രതീക്ഷകളോട് നമ്മൾ ദൈവസന്നിധി വരുന്നുണ്ട് അല്ലേ? എന്താ പ്രതീക്ഷ? ദൈവം എനിക്ക് തരാമെന്ന് വാക്ക് പറഞ്ഞു, ദൈവം എനിക്ക് നൽകാമെന്ന് പറഞ്ഞു, എനിക്ക് ജോലി തരാമെന്ന് ദൈവം വാക്ക് തന്നിട്ടുണ്ട്, എനിക്ക് ഒരു വിദേശയാത്രയുണ്ടെന്ന് ദൈവം വാക്ക് തന്നിട്ടുണ്ട്, എനിക്കൊരു ഭവനം തരാമെന്ന് ദൈവം വാക്ക് തന്നിട്ടുണ്ട്. ചില വാഗ്ദത്വങ്ങളെ കേട്ട് ഇറങ്ങിയ പലരും ഈ ശബ്ദം കേൾക്കുന്നുണ്ട്.
കേൾക്കുന്നുണ്ട്. ആമേൻ. 1 കൊല്ലമായി, 2 കൊല്ലമായി, 5 കൊല്ലമായി, 10 കൊല്ലമായി ആമേൻ വാഗ്ദത്തങ്ങൾ കേട്ടിട്ട് വാഗ്ദത്തങ്ങൾ നടക്കാതിരിക്കുന്ന പലരും ഉണ്ട്. 20 കൊല്ലമായി കേട്ട വാഗ്ദത്തങ്ങൾ മറന്നുപോയ പലരും കണ്ടേക്കാം. പക്ഷേ ഇന്ന് ഞാൻ ഈ പ്രാരംഭ സമയത്ത് നിന്നൊരു ദൂത് നിങ്ങളോട് പറയാം. ആമേൻ. വാഗ്ദത്തം നീ മറന്നേക്കാം, പക്ഷെ പറഞ്ഞ ദൈവം അത് മറന്നിട്ടില്ല. ഹല്ലേലൂയ. വാഗ്ദത്തം നീ മറന്നേക്കാം, പക്ഷെ പറഞ്ഞ ദൈവം അത് മറന്നിട്ടില്ല. ഇവിടെ എന്നാ സംഭവിക്കുന്നത്? എബ്രഹാം ആമേൻ 86 വയസ്സാകുമ്പോൾ വേദപുസ്തകത്തിനെ പറയുന്നു തൻ്റെ ശരീരം വാർദ്ധക്യത്തിലേക്ക് കടക്കാൻ തുടങ്ങുകയാണ്. ആ സന്ദർഭത്തിൽ സാറായി പറഞ്ഞ ഒരു ഓപ്ഷൻ ഇങ്ങനെയാണ്: ഹാഗറിൽ നമുക്കൊരു കുഞ്ഞുണ്ടായാൽ അത് മതി, നമുക്കൊരു ആമേൻ അത് നോക്കണമേ, പിന്തുടർച്ച അവകാശിയായി ഒരുവനുണ്ടാകുമല്ലോ, അല്ലേ? എന്ന് സാറായുടെ ആഗ്രഹപ്രകാരമാണ് അബ്രഹാമിന് ഹാഗറിൽ ഒരു കുഞ്ഞു ജനിക്കുന്നത്. അവൻ്റെ പേര് ഇസ്മായേൽ എന്നിട്ടോ. അന്ന് അബ്രഹാമിന് 86 വയസ്സ്. എപ്പോഴാണ്? 86 വയസ്സിലാണ് ഇസ്മായേൽ ജനിക്കുന്നത്. ആമേൻ. ഞാൻ ഇങ്ങോട്ട് കടന്നു വരട്ടെ. അതിനുശേഷം എന്തുകൊണ്ട് അബ്രഹാം ഇസ്മായേലിനെ ജനിപ്പിച്ചു എന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ ഹാഗറിൻ്റെ അടുത്തേക്ക് പോയി ഇസ്മായേലിനെ ജനിപ്പിച്ചു എന്ന് ചോദിച്ചാൽ, സാറായുടെ വിശ്വാസം തണുത്തു, എബ്രഹാമിൻ്റെ വിശ്വാസം തണുത്തു. കാരണം ദൈവിക വാഗ്ദത്തം 75 വയസ്സിൽ കേട്ടതാണ്. പക്ഷെ കാലങ്ങൾ ചിലത് കഴിഞ്ഞപ്പോൾ ഏകദേശം 10-16 കൊല്ലത്തോളം ആകിയപ്പോൾ വിശ്വാസം തണുത്തുപോയി. അല്ലേ? 16 ആയില്ല, 11 കൊല്ലത്തോളം ആയപ്പോഴേക്കും വിശ്വാസം അങ്ങ് തണുത്തു. അല്ലേ? ഈ വിശ്വാസം തണുത്ത് കഴിഞ്ഞപ്പോൾ അവർ പിന്നെ ചിന്തിച്ചൊരു കാര്യം ഇതാണ്: ഇനിയിപ്പോൾ ഈ വിഷയത്തിൽ ദൈവം വേറെ അത്ഭുതമൊന്നും ചെയ്യത്തില്ലായിരിക്കും. 86 ഇസ്മായേൽ വളരുന്നു. അബ്രഹാം ആമേൻ വാർദ്ധക്യത്തിലേക്ക് പോവുകയാണ്. ആമേൻ. അത് നോക്കണമേ, 90 അബ്രഹാം വാർദ്ധക്യത്തിലേക്ക് വരുന്നു. 95 ഇച്ചിരിയുടെ ശരീരം ക്ഷയിക്കുന്നു. 96 97 98 പിന്നെയും ശരീരം ക്ഷയിക്കുന്നു, ക്ഷീണിക്കുന്നു. 99 വയസ്സായപ്പോൾ എബ്രഹാമിൻ്റെ അടുത്ത് ദൈവം ഇറങ്ങി വന്നേച്ച ഒരു കാര്യം ഇങ്ങനെ പറഞ്ഞു: എബ്രഹാമേ, നിൻ്റെ ഭാര്യയായ സാറായി അടുത്ത വർഷം ആമേൻ ഒരു കുഞ്ഞിന് ജന്മം നൽകാൻ പോവുകയാണ്. എബ്രഹാമിൻ്റെ പ്രായം എത്രയാ? 99 കഴിഞ്ഞ് 100ലേക്ക് കയറുവാണ്. നമ്മുടെ ഭാഷ പറഞ്ഞ സെഞ്ചുറിയിലേക്ക് കയറുവാണ്, 100ാമത്തെ വയസ്സിലേക്ക്. ഹല്ലേലൂയ. എബ്രഹാം അങ്ങനെ ഒരു സിറ്റുവേഷനിൽ എബ്രഹാം നിൽക്കുമ്പോൾ അബ്രഹാം കേൾക്കുവാണ്. ആമേൻ. അത് നോക്കണമേ, ഞാൻ അടുത്ത വർഷം, അപ്പോൾ 100 വയസ്സാം, 100ാമത്തെ വയസ്സിൽ നീ ഒരു കുഞ്ഞിനെ പ്രാപിക്കും. ഇത് കേട്ടപ്പോൾ അബ്രഹാം ആമേൻ ബൈബിൾ പറയുന്നത് ഇങ്ങനെയാണ്: കവിണ്ണു വീണു ചിരിച്ചു എന്നല്ല നമ്മൾ വായിച്ചേ. 17-ാം അധ്യായത്തിൻ്റെ 17-ാം വാക്യത്തിൽ അപ്പോൾ അബ്രഹാം കവിണ്ണു വീണു ചിരിച്ചു. ഞാൻ ഈ വാക്ക് ഇങ്ങനെ കേൾക്കുമ്പോൾ എൻ്റെ ഉള്ളിനകത്ത് വന്ന 1-2 കാര്യങ്ങൾ ഇതാണ്. 100 വയസ്സുള്ള അബ്രഹാം കവിണ്ണു വീണു ചിരിച്ചു. നമ്മുടെയൊക്കെ വീടുകളിൽ വാർദ്ധക്യം ബാധിച്ചവരുണ്ടാകുമല്ലോ, അല്ലേ? വാർദ്ധക്യം ബാധിച്ചവരാ. അവരുടെയൊക്കെ ചിരി നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ആമേൻ. വലിയ ചിരിയൊന്നും ചിരിക്കാൻ അവർക്ക് ചിലപ്പോൾ ശരീരത്തിന് ആരോഗ്യം കാണത്തില്ല. വലിയ ചിരിയൊന്നും അവർ ചിരിക്കത്തില്ല. ചിലപ്പോൾ ആമേൻ ഇരിക്കുന്ന ഇരിപ്പിൽ ഇരുന്നുകൊണ്ട് ആമേൻ ജസ്റ്റ് ഒരു പുഞ്ചിരി തൂകുന്ന അനുഭവങ്ങൾ, ചെറിയ ശബ്ദത്തിലൊക്കെ ചിരിക്കുന്ന പല അനുഭവങ്ങളും എന്ത് ചെയ്യുക നമ്മൾ കണ്ടിട്ടുണ്ടാകും. പിന്നെ ശരീരത്തിൻ്റെ ക്ഷീണം, ബലഹീനത, മനസ്സിൻ്റെ ഭാരം, തലമുറകളെ ഓർത്ത് ഇതൊക്കെ വരുമ്പോൾ പിന്നെ അവർക്ക് വലിയ ചിരിയില്ല. പക്ഷേ അബ്രഹാമിനൊക്കെ 100ാമത്തെ വയസ്സിൽ പുള്ളിയുടെ ചിരി എങ്ങനെയാണെന്നറിയോ? കവിണ്ണു വീണ് ചിരിച്ചു. അത് മലയാളം ബൈബിളിൽ അങ്ങനെ കൊടുത്തേക്കുന്നത്. കവിണ്ണു വീണിട്ട് എങ്ങനെ ചിരിക്കുന്നത്? ഞാൻ അത് വായിച്ചുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് തോന്നിയൊരു സംഭവം ഇതാണ്: ചിരിച്ച് കവിണ്ണു വീണു. അതായിരിക്കും എൻ്റെ ശരിയെന്നാണ് എനിക്ക് തോന്നുന്നത്. ആമേ. പലപ്പോഴും നമ്മുടെയൊക്കെ നാടൻ ഭാഷ പറഞ്ഞാൽ ചിരിച്ച് മണ്ണ് തപ്പുക, അല്ലേ? അതിൻ്റെ അർത്ഥം അത് തന്നെയാണ്. ചിരിച്ച് തളർന്നു പോവുക, ചിരിച്ച് വീഴുക. അങ്ങനൊരു ചിരിയിലേക്ക്. എന്താ ഈ ചിരിക്കാനുള്ള കാരണം? ഒരു ദൂത് കേട്ടു. ഏത് ദൂതാ കേട്ടേ? എടാ, 75ാമത്തെ വയസ്സിൽ നിന്നോട് പറഞ്ഞത് 100ാമത്തെ വയസ്സിൽ നിനക്ക് തരാൻ പോവുക. 25 വർഷങ്ങൾക്ക് ശേഷം പറഞ്ഞ ദൂത് മറക്കാതെ ദൈവം കൊടുക്കുക. ഹല്ലേലൂയ. ഇന്ന് ഈ ശബ്ദം കേൾക്കുന്ന നിങ്ങളോട് ഞാൻ പറയാം, കാലങ്ങൾ കാത്തിരിക്കുന്ന ചില ദൂതിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? ഇന്ന് ചിലത് നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം അവധി തീർത്തിട്ട് അത് കൈമാറുന്ന ദിവസങ്ങളായി മാറാൻ പോവുക. ഇത് വിശ്വസിക്കാൻ തയ്യാറാകുന്നവർ ഒരു ആമേൻ പറയട്ടെ. ആമേൻ. ഞാൻ പറയട്ടെ, 75ാമത്തെ വയസ്സിൽ അന്ന് എബ്രഹാമിനോട് ദൂത് പറഞ്ഞപ്പോൾ നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ അബ്രഹാം ആമേൻ പറയും. ഹല്ലേലൂയ. ബൈബിളിൽ എഴുതിയിട്ടില്ല. പിന്നെ നമ്മുടെ ഒരു രീതി, അല്ലേ? നമ്മുടെ രീതിയാണ്. നമ്മളൊരു ദൂത് കേട്ടാൽ നമ്മൾ ആമേൻ പറയും, അല്ലേ? ചിലർ തലയ്ക്ക് കൈവച്ച് ആമേനൊക്കെ അങ്ങ് പറയും, ഇതെനിക്ക് തന്നെ വരണം, അതെന്നിൽ സംഭവിക്കണം, ആമേൻ, അതങ്ങനെ തന്നെ ആകട്ടെ എന്ന രീതിയിൽ ചിലർ ആമേൻ പറയും. ചിലരെന്നല്ല, ഒരുവിധം അറിയാവുന്നവരൊക്കെ എന്നാ പറയും? ആമേൻ പറയും. നല്ലൊരു ദൂത് ദൈവം നിങ്ങൾക്ക് തന്നാൽ, നല്ലൊരു വചനം ദൈവം നിങ്ങൾക്ക് തന്നാൽ നിങ്ങൾ എന്ത് ചെയ്യട്ടെ? ആമേൻ പറയട്ടെ.
ഇതുവരെ അതൊരു ശീലമാക്കിയിട്ടില്ലെങ്കിൽ നിങ്ങളതൊരു ശീലമാക്കണം. ഹല്ലേലൂയ. വാസ്തവമായിട്ട് ഞാൻ പറയും, നല്ലൊരു ആമേൻ അങ്ങ് പറയുക. അബ്രഹാം 75-ാമത്തെ വയസ്സിൽ ഇത് കേട്ടപ്പോൾ ആമേൻ പറഞ്ഞു കാണും. 78-ൽ ഇത് കേട്ടപ്പോഴും ആമേൻ പറഞ്ഞു കാണും. ആമേൻ 80-ൽ കേട്ടപ്പോഴും ആമേൻ പറഞ്ഞു. 85-ലൊക്കെ പറഞ്ഞു, 86-ലൊക്കെ പറഞ്ഞു. പക്ഷേ ഞാൻ നിങ്ങളോട് പറയാം, 99-ൽ പിന്നെയും ഈ ദൂത് കേട്ടപ്പോൾ ആമേനൊന്നും പറയുന്നില്ല. പഴയ ആമേനൊന്നും ഇല്ല കേട്ടോ പുള്ളിക്ക്. ആമേൻ പഴയ വിശ്വാസമൊന്നുമില്ല. പഴയ വിശ്വാസമൊക്കെ തണുത്തു. ആമേൻ പലർക്കും ഇത് ആമേനൊന്നും വരുന്നില്ല. ഹല്ലേലൂയ. കാരണം കേട്ട് തഴമ്പിച്ചിരിക്കുക, ദൂതൊന്നും നടക്കുന്നില്ല. ആമേൻ പറഞ്ഞ എണ്ണത്തിൻ്റെ കണക്കുമില്ല. ഹല്ലേലൂയ. അബ്രഹാം ഇപ്പോൾ 100-ാമത്തെ വയസ്സിൽ എന്നാ പറഞ്ഞ ആമേൻ പറയേണ്ടതിന് പകരം കവിണ്ണ് വീണ് ചിരിക്കുക. ഹല്ലേലൂയ. ചിരിച്ച് മണ്ണ് തപ്പുക. ഒന്ന് ചിന്തിച്ച് നോക്കുക, 100 വയസ്സുള്ളവൻ്റെ ചിരിച്ച് മണ്ണ് തപ്പുക എന്ന് പറഞ്ഞാൽ ആ ചിരി ഒരു അപാരം തന്നെ. ഹല്ലേലൂയ. വാസ്തവമായിട്ട് ഞാൻ പറയാം, അബ്രഹാം ചിരിക്കുക. 100 വയസ്സുള്ളവനായ അബ്രഹാം ചിരിക്കുകയാണ്. ദൂതിനിപ്പോൾ ആമേനില്ല, ദൂതിൽ വിശ്വാസമില്ല, ആ ദൂത് ഏറ്റെടുക്കാൻ പറ്റുന്നില്ല. ഞാൻ ഇങ്ങനെ ചിന്തിട്ട് എന്ന് പറഞ്ഞാൽ അതിനകത്ത് നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു കാര്യം, ഈ ദൂത് പറഞ്ഞപ്പോൾ പുള്ളിക്ക് വിശ്വാസമില്ല, മറിച്ച് പുള്ളിക്ക് അവിശ്വാസമാണ്. നടക്കുമെന്നൊരു സാധ്യതയുണ്ടായിരുന്നെങ്കിൽ സീരിയസ് ആയിട്ട് രാമൻ പറഞ്ഞേനെ. നടക്കുമെന്ന് ഒരു സാധ്യതയും ഇല്ലാത്തതുകൊണ്ടല്ലേ പുള്ളി കവിണ്ണ് വീണ് കിടന്നിരിക്കുന്നേ. ഇത് 100 വയസ്സുള്ളവൻ്റെ കാര്യം. ഇത് 17-ാമത്തെ അധ്യായത്തിൽ, ഉൽപ്പത്തി 17-ാമത്തെ അധ്യായത്തിൽ, പിന്നെ 18-ാമത്തെ അധ്യായം പഠിച്ചു നോക്ക്. അവിടെ അടുത്തൊരു ചിരിയാണ് നമുക്ക്. അതാണ് അതിനേക്കാളും രസം. 18-ാമത്തെ അധ്യായം, ഉൽപ്പത്തി പുസ്തകം 18-ാമത്തെ അധ്യായം, അതിൻ്റെ 11-ാമത്തെ വാക്യം ഇങ്ങനെ പറഞ്ഞു. എന്നാൽ അബ്രഹാമും സാറായും 10-ാമത്തെ വാക്യം, അത് അത്ര വായിച്ചാലും നമുക്കത് മനസ്സിലാകത്തുള്ളൂ. അവിടെ ഇങ്ങനെ പറയുന്നു, 1 ആണ്ട് കഴിഞ്ഞിട്ട് ഞാൻ നിൻ്റെ അടുക്കൽ മടങ്ങി വരും, അപ്പോൾ നിൻ്റെ ഭാര്യ സാറായിക്കൊരു മകനുണ്ടാകും എന്ന് അവൻ പറഞ്ഞു. സാറ കൂടാരവാതിൽക്കൽ അവൻ്റെ പിൻവശത്ത് കേട്ടുകൊണ്ടിരുന്നു. കണ്ടോ, അടുത്ത് പറയുന്നു, എന്നാൽ അബ്രഹാമും സാറായും വയസ്സെന്ന് വൃദ്ധരായിരുന്നു, സ്ത്രീകൾക്കുള്ള പതിവ് സാറായിക്ക് നിന്നുപോയിരുന്നു. 12-ാം വാക്യം ഇങ്ങനെ പറയുന്നു, ആകയാൽ സാറ ഉള്ളുകൊണ്ട് ചിരിച്ചു. ആമേൻ. 18-ാമത്തെ അധ്യായത്തിൽ പിന്നെയും ഒരു ദൂത നേർക്ക് നേർന്നെന്ന് പറയുക. കതകിൻ്റെ പിറകിൽ ആര് നിൽക്കുന്നുണ്ട്? സാറ നിൽക്കുന്നുണ്ട്. കതകിൻ്റെ പിൻഭാഗത്ത് സാറായുണ്ട്. ആമേൻ. ബൈബിൾ ഇങ്ങനെ പറയുന്നു, മമ്രയുടെ തോപ്പിൽ വെച്ച് ദൈവം പ്രത്യക്ഷനാവുകയാണ്. നോക്കിയപ്പോൾ 3 പുരുഷന്മാർ നിൽക്കുന്നത് കണ്ടു. എബ്രഹാം അവരെ വിളിച്ചു, നിലം വരെ കുനിഞ്ഞ് നമസ്കരിച്ച് അവരുടെ കാൽപാദങ്ങളെ കഴുകി അവരെ വീട്ടിലേക്ക് എബ്രഹാം ക്ഷണിച്ചു. വീട്ടിലേക്ക് കൊണ്ടുവന്ന പശുക്കിടാവിനെ അറുത്ത് അവർക്ക് ഭക്ഷണമൊരുക്കി അവരുമായി അല്പസമയം ഇരുന്ന് സന്തോഷിച്ച് ഭക്ഷണം കഴിക്കുക. ഒക്കെ കഴിച്ചു കഴിഞ്ഞപ്പോൾ 3 പുരുഷന്മാരിൽ ഒരുവൻ, ദൈവപുരുഷൻ എബ്രഹാമിനെ വിളിച്ചു ചോദിച്ചു, നിൻ്റെ ഭാര്യ സാറ എവിടെ? അടുക്കളയിലുണ്ട്. ആമേൻ. അകത്ത് നിൽക്കുമ്പോൾ തന്നെ സാറ കേൾക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കി പെട്ടെന്ന് ഈ ദൈവപുരുഷൻ പറയുന്നു, അടുത്ത ആണ്ട് നിൻ്റെ ഭാര്യയായ സാറായി പ്രസവിക്കും. അടുത്ത ആണ്ട് അവളൊരു കുഞ്ഞിന് ജന്മം നൽകും. വാസ്തവമായിട്ട് ഞാൻ പറയാം, ഈ ഒരു വാക്ക് കേട്ടപ്പോൾ അബ്രഹാം 17-ാം അധ്യായത്തിൽ ചിരിച്ചതാണ്. ഈ വാക്ക് ആരാ കേട്ടെ? അബ്രഹാമും കേട്ടു. തൻ്റെ പിറകിൽ കതകിൻ്റെ പുറകിൽ മറഞ്ഞു നിൽക്കുന്ന സാറ കേട്ടിട്ട് ബൈബിൾ പറഞ്ഞ സാറായും ചിരിച്ചു. ആമേൻ. ഒരാമേൻ പറയാൻ ഇപ്പോൾ പറ്റുന്നില്ല കേട്ടോ. അവർക്കൊരു ആമേൻ എന്ന് പറയാൻ അവർക്ക് പറ്റുന്നില്ല. ഈ ദൂതിന് കേൾക്കേണ്ട കാര്യമില്ലെന്ന് അവർ പറയുന്നത്. കാരണം കേട്ട് 10-25 കൊല്ലമായി എത്ര ആമേൻ പറഞ്ഞ് കളഞ്ഞതാ ഇതുവരെ നടന്നിട്ട്. പക്ഷെ ഞാൻ ഒരു കാര്യം നിങ്ങളോട് പറയാം, ഇന്നലകളിലെങ്കിലും ആമേൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലുണ്ടല്ലോ, ഹല്ലേലൂയ, എൻ്റെ കർത്താവ് അത് മാനിക്കും. ആമേൻ. ഇന്നലകളിലും എങ്കിലും ആ വാക്കിന്മേൽ ദൂതിന്മേൽ നീ വിശ്വസിച്ചിട്ടുണ്ടെങ്കിൽ വാസ്തവമായിട്ട് ഞാൻ പറയാം, എൻ്റെ കർത്താവ് മാനിക്കാതിരിക്കത്തില്ല. ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടാൻ പോകുകയാണ്. ആമേൻ. 90-ാമത്തെ വയസ്സിൽ സാറ പ്രസവിക്കുമെന്ന് പറഞ്ഞപ്പോൾ സാറായിക്ക് ചിരിയ. ബൈബിൾ പറഞ്ഞു, സ്ത്രീകളുടെ പതിവ് അവൾക്ക് നിന്നുപോയിരുന്നു എന്നല്ലേ നമ്മൾ ബൈബിളിൽ വായിച്ചേ. അതിൻ്റെ സമയം ചിരിക്കാനുള്ള കാരണം 1, ചില പതിവുകൾ നിന്നുപോയി. 2, അവളുടെ ആരോഗ്യം നഷ്ടപ്പെട്ടു. 3, അവരെ 2 പേരെയും കുറിച്ച് ബൈബിൾ പറഞ്ഞു, വയസ്സ് ചെന്ന് വൃദ്ധരായിരുന്നു. തൊലിയൊക്കെ ചുളുങ്ങി. സ്കിന്നൊക്കെ ഇങ്ങനെ ചുളുങ്ങി കിടക്കുന്ന ഒരു അനുഭവത്തിലേക്ക് അവരുടെ 2 പേരുടെ ശരീരങ്ങൾ മാറുകയാണ്. അബ്രഹാം പറയുന്നു, ആരോഗ്യം നഷ്ടപ്പെട്ടു, ഇനി അതൊന്നും നടക്കത്തില്ല എന്നൊക്കെ പറഞ്ഞ് അബ്രഹാമും ചിരിക്കുന്നു, സാറായും ചിരിക്കുന്നു. 2 പേരും ചിരിച്ചാൽ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക. നിങ്ങൾ പറയുന്ന ഒരു കാര്യം, ഒരാളിന് വിശ്വാസമില്ല, ഭാര്യയും ഭർത്താവും തമ്മിൽ ചിരിക്കുക. വിശ്വാസമില്ലെങ്കിൽ നമ്മൾ എന്നാ ചിന്തിക്കും? വിശ്വാസമില്ലെങ്കിൽ വേണ്ട, നമ്മൾ പോവാം. വാസ്തവമായിട്ട് പറഞ്ഞില്ലെങ്കിൽ ചിരിച്ച് കളഞ്ഞ പുള്ളിക്ക് കുഞ്ഞു കൊടുക്കേണ്ടതുണ്ടോ? നിങ്ങളതൊന്ന് ചിന്തിച്ചു നോക്ക്. ചിരിച്ച് കളഞ്ഞ പുള്ളിക്ക് കുഞ്ഞു കൊടുക്കേണ്ടതുണ്ടോ? ഒരിക്കലും കൊടുക്കാൻ പാടില്ലാത്തതാ. പിന്നെ എന്തുകൊണ്ടാണ് ദൈവം കൊടുത്തേ? ബൈബിൾ വായിച്ചാൽ അറിയാം. ദൈവം പറയുന്ന ഒരു കാര്യമുണ്ട്. ആമേൻ. ദൈവം വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനാണ്. ആമേൻ. ദൈവം വാക്കു പറഞ്ഞാൽ മാറത്തില്ല. നമ്മൾ ചിരിച്ച് ചിലത് കളഞ്ഞാലും ദൈവം ഒരു വ്യക്തിക്കോ ഒരു കുടുംബത്തിനോ അത് കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൊടുക്കാൻ ദൈവം വിശ്വസ്തനാണ്.
ഹല്ലേലൂയ. അപ്പോൾ ചിന്തിച്ചു, വിശ്വാസം നഷ്ടപ്പെട്ടില്ലേ? ഇനി ഞാൻ അവിടെ പഠിക്കുമ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം ഞാൻ പറയാം. അബ്രഹാമിന് ഈ കുഞ്ഞ് എന്ന വിഷയത്തിന്മേലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു, പക്ഷേ ദൈവത്തിലുള്ള വിശ്വാസം അവന് നഷ്ടപ്പെട്ടിട്ടില്ല. ഇന്ന് ഈ ശബ്ദം ആരോടൊക്കെയോ ദൈവാത്മാവ് ശക്തമായി പറയുകയാണ്, വിഷയങ്ങളുടെ മേൽ നിന്റെ വിശ്വാസം ചിലപ്പോൾ തണുത്ത് കാണും, പക്ഷെ കർത്താവിലുള്ള വിശ്വാസം നീ വിടരുത്. കാരണം ദൈവം വിശ്വസ്തനാണ്, എന്നെങ്കിലും കർത്താവ് നിനക്ക് വേണ്ടി അത് ചെയ്തിരിക്കും. എത്ര പേർക്ക് അത് വിശ്വസിക്കാൻ കഴിയും? ആമേൻ. അബ്രഹാമിനോട് ചോദിച്ചാൽ അബ്രഹാം പറയും, ആമേൻ, വിഷയത്തിന്മേലുള്ള വിശ്വാസം സ്കിന്ന് ചുളുങ്ങിയത് കണ്ടപ്പോൾ ഞാനങ്ങ് കളഞ്ഞു. ആമേൻ. ഇനിയിപ്പോൾ കൊച്ചു കിട്ടത്തില്ലെന്നാണ് ഞങ്ങളുടെയൊക്കെ ചിന്ത, ഇനിയിപ്പോൾ അത് വരത്തില്ലെന്ന് ഞങ്ങളുടെ പ്രതീക്ഷ. അതുകൊണ്ടാണ് ഞാൻ ചിരിച്ചത്, എൻ്റെ ഭാര്യ ചിരിച്ചതാണ്. പക്ഷേ 100-ാമത്തെ വയസ്സിൽ ദൈവം പറഞ്ഞു, എല്ലാ സാഹചര്യങ്ങളും അസ്തമിച്ചപ്പോൾ, ആമേൻ, പിശാചിലെ സാഹചര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എതിരായി കൊണ്ടുവരും കേട്ടോ. പിശാചിലെ സാഹചര്യങ്ങളൊക്കെ എതിരാക്കി വയ്ക്കും. ആമേൻ. വാർദ്ധക്യമായി, സ്കിന്ന് നശിച്ചു, ആമേൻ, അല്ലെങ്കിൽ ആരോഗ്യം പോയി, പൈസ ഇല്ല, ട്രീറ്റ്മെൻറ്റ് ചെയ്യാനുള്ള വകയില്ല, സാഹചര്യങ്ങളൊക്കെ എതിരാക്കുമ്പോൾ ഞാൻ നിങ്ങളോട് പറയാം, സാഹചര്യങ്ങളിലല്ല നിങ്ങൾ വിശ്വസിക്കേണ്ടത്, വാക്കു പറഞ്ഞവൻ വിശ്വസ്തനാണെന്ന് വിശ്വസിക്കുക. ഇന്ന് പകൽക്കാല ചില വീടുകളുടെ മേൽ അത്ഭുതങ്ങൾ വെളിപ്പെടേണ്ട സമയം ദൈവം ഇതാ തുറക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. എത്ര പേർക്ക് അത് വിശ്വസിക്കാൻ കഴിയും? ആമേൻ. ചില വീടുകളുടെ മേൽ ദൈവം അത്ഭുതങ്ങൾ ചെയ്യാൻ പോവുക. ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവ് ശക്തമായ ആത്മാവ്, ആമേൻ, ആരോടൊക്കെയോ ഇന്ന് പകൽക്കാലം ഇടപെടുകയാണ്. ദൈവാത്മാവ് ശക്തമായി പറയുന്നു, ആമേൻ, നാളുകൾക്കും ആണ്ടുകൾക്കും പതിറ്റാണ്ടുകൾക്ക് മുൻപ് വരെ കേട്ട ചില വാഗ്ദത്തങ്ങൾ ചിലർ പ്രാപിക്കേണ്ട സമയമായെന്ന് ആത്മാവിന്ന് ദൂത് പറയുകയാണ്. ആമേൻ. ഞാൻ ഇങ്ങോട്ട് പറയട്ടെ, സാറ ഈ ദൂത് കേട്ടപ്പോൾ ചിരിച്ചു കേട്ടോ. കാരണം തൻ്റെ സാഹചര്യം നോക്കിയാൽ ചിരിക്കാതിരിക്കാൻ പറ്റത്തില്ല. ദൈവം ഒരു ദൂതം നിന്നോട് പറയുന്നത് സാഹചര്യങ്ങൾ നോക്കിയിട്ടല്ല. അങ്ങനെ ആരും ചിന്തിക്കരുത്. ദൈവം ഒരു വാഗ്ദത്വം നിനക്ക് നൽകുന്നത് സാഹചര്യങ്ങളെ വച്ചിട്ടല്ല. സാഹചര്യങ്ങളെ നോക്കിയിട്ട് ദൂത് പറയാം ദൈവം മനുഷ്യനൊന്നുമല്ല. സംഖ്യാപുസ്തകം ഇങ്ങനെ പഠിപ്പിക്കുന്നു, വ്യാജം പറയാം ദൈവം മനുഷ്യനല്ല. ആമേൻ. ദൈവം മനുഷ്യൻ പറയുന്ന പോലെ വ്യാജമായത് പറയത്തില്ല. ദൈവം ഒരു കാര്യം പറഞ്ഞാൽ പറഞ്ഞതാണ്. ഹല്ലേലൂയ. ദൈവം ഒരു കാര്യം പറഞ്ഞാൽ അതിന് മാറ്റമില്ല. ഇന്ന് ഈ ശബ്ദം കേൾക്കുന്ന ആരുടെക്കോ പരിശുദ്ധാത്മാവ് ഉറപ്പിച്ചു പറയുക, ദൈവം മാറ്റമില്ലാത്തവൻ. ആമേൻ. അവൻ വിശ്വസ്തനാണ്. ഗോഡ് ഈസ് ഫെയ്ത്ത്ഫുൾ. ആമേൻ. നമ്മുടെ ദൈവം വിശ്വസ്തനായ ദൈവം. വസ്തുമായിട്ട് ഞാൻ പറയാം, 100-ാമത്തെ വയസ്സിൽ അബ്രഹാം ചിരിച്ചു, 90-ാമത്തെ വയസ്സിൽ സാറ ചിരിച്ചു. സത്യം പറഞ്ഞാൽ ചിരിക്കുന്നവന് കൊടുക്കേണ്ടാത്തതാ. ഹല്ലേലൂയ. പക്ഷെ ദൈവം പറഞ്ഞു, എടാ അബ്രഹാമേ, നീ ചിരിച്ചു കളഞ്ഞാലും എനിക്ക് എൻ്റെ സ്വഭാവത്തിന് മാറ്റം വരുത്താൻ പറ്റത്തില്ല. കാരണം വിശ്വസ്തത ദൈവത്തിൻ്റെ സ്വഭാവത്തിൽ ഒന്നാണ്. ഹല്ലേലൂയ. ആ സ്വഭാവത്തെ ദൈവം മാറ്റത്തില്ല. പരിശുദ്ധാത്മാവ് ആരോടൊക്കെ പറയുന്നു, വിഷയങ്ങളുടെ മേലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടാൽ ദൈവത്തിൽ അബ്രഹാമിന് ഇപ്പോഴും വിശ്വാസമുണ്ട്. അതിൻ്റെ തെളിവ് 18-ാമത്തെ അധ്യായത്തിലുണ്ട്. അവൻ പരിചയമില്ല, മുൻപരിചയമില്ലാത്ത 3 പുരുഷന്മാരെയാ അവൻ തൻ്റെ കൂടാരത്തിൻ്റെ വാതിൽക്കൽ ഇരിക്കുമ്പോൾ താൻ കണ്ടത്. താൻ ഓടിച്ചെന്ന് നിലം വരെ കുനിഞ്ഞവരെ നമസ്കരിച്ച് വീട്ടിലേക്ക് കൊണ്ടുവന്ന് ഭക്ഷണം കൊടുത്തെങ്കിൽ എന്ത് കണ്ടിട്ടാ കൊടുത്തെന്നറിയാമോ? അറിഞ്ഞുകൂടാത്ത ഒരാളെ നമ്മൾ വീട്ടിൽ കയറ്റി ഇരുത്തു? ഒരിക്കലുമില്ല. അബ്രഹാം എന്തിനാ വീട്ടിൽ കയറ്റി ഇരുത്തി ഭക്ഷണം കൊടുത്തേ? വാസ്തവമായിട്ട് ഞാൻ പറയാ, കൊടുത്തത് വേറൊന്നും കൊണ്ടെന്നല്ല, അവരിലൊരു ദൈവസാന്നിധ്യത്തെ അബ്രഹാം കണ്ടതുകൊണ്ടാണ്. ഇന്ന് പകൽ ഞാനും നിങ്ങളോട് പറയട്ടെ, ദൈവസാന്നിധ്യത്തെ അറിഞ്ഞ അബ്രഹാം, ആമേൻ, മനസ്സിലായി ഇത് വിട്ടാ പറ്റത്തില്ല, അതെൻ്റെ വീട്ടിലേക്കൊന്ന് കയറ്റി കൊണ്ടുവരണം. ഞാൻ നിങ്ങളോട് പറയാം, ദൈവസാന്നിധ്യത്തെ അറിഞ്ഞവരോട് ഞാൻ പറയാ, വിട്ടുകളയരുത്. അല്പനേരം ഒന്ന് കൂടെ ഇരുന്നാൽ ചില വിടുതലുകളൊക്കെ നിങ്ങൾ അനുഭവിക്കാൻ പോവുക. ദൈവസാന്നിധ്യത്തെ അനുഭവിച്ചവരോട് ഞാൻ പറയാ, അല്പനേരം ഒന്ന് കൂടെ ഇരിക്കാൻ തയ്യാറാണെങ്കിൽ ചില ദൈവപ്രവർത്തികൾ നിങ്ങൾ അനുഭവിക്കാൻ പോകുക. എത്ര പേർക്ക് അത് വിശ്വസിക്കാൻ കഴിയും? ഹല്ലേലൂയ. അബ്രഹാം അത് വിട്ടില്ല. അവൻ വിടാതെ 100-ാമത്തെ വയസ്സിലും ദൈവസ്നേഹമാണ് തന്നെ ഇത് ചെയ്യിച്ചതെന്ന് അബ്രഹാമിന് നന്നായിട്ടറിയാം. കാരണം ദൈവത്തിൽ ഇപ്പോഴും വിശ്വാസമാണ്. ദൈവമെന്ന് കേട്ടാൽ പുള്ളി ചാവാൻ നിൽക്കും. ഹല്ലേലൂയ. കുഞ്ഞൊന്ന് കേട്ടാലോ ചിരിച്ചു കളയും. മനസ്സിലാവുന്നുണ്ടോ? ഇന്ന് ചില ദൂത് കേട്ടിട്ട് സാഹചര്യങ്ങളെ വെച്ചിട്ട് ചിരിച്ചു കളഞ്ഞ ആൾക്കാരുണ്ട്. വാസ്തവമായിട്ട് ഞാൻ പറയാം, നിൻ്റെ ചിരിയെ ദൈവം കണ്ടില്ല കേട്ടോ. ഹല്ലേലൂയ. ദൈവം അതങ്ങ് വിട്ടുകളയുക. ദൈവം അതിനെ ശ്രദ്ധിക്കുന്നില്ല. അതുകൊണ്ടാണ് നീ ഇനി ചില നന്മ പ്രാപിക്കാൻ പോകുന്നത്. ഹല്ലേലൂയ. ഞാനിത് പ്രസംഗിച്ചു നിൻ്റെ ചർച്ചിൽ അവൻ ഇന്നത്തെ മീറ്റിംഗ് സ്പോൺസർ ചെയ്ത ഒരു കുടുംബമുണ്ട്. ആമേൻ. ആ കുടുംബത്തിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ, വർഷങ്ങൾക്ക് മുൻപ്, ഒരു 4-5 വർഷത്തിന് മുമ്പ് ആമേൻ, ഞങ്ങളുടെ ചർച്ചിൽ വന്ന ഒരു ഫാമിലിയാണ്. ആമേൻ. അന്നവരുടെ വീടെന്ന് പറയുന്നത്, ആമേൻ,
ആമേൻ ആസ്ബസ്റ്റോ ഷീറ്റ് രണ്ട് സൈഡിലേക്ക് ഇങ്ങനെ കൂര പോലെ വച്ച് ഒരു കുഞ്ഞു വീട്, അടുക്കള, കിച്ചൺ എന്ന് പറയുന്നതാണ്. ആമേൻ നമ്മുടെ നാട്ടിൻ പുറത്തൊക്കെ നമ്മൾ കാണുന്ന മണ്ണ് കൊണ്ട് കുഴച്ച്, പച്ചമണ്ണ് കുഴച്ച് ആമേൻ കട്ടയുണ്ടാക്കി, പച്ചക്കട്ട, നമ്മുടെ നാടൻ ഭാഷ, വടക്കോട്ടൊക്കെ അങ്ങനെ പറയുന്നത് എനിക്കറിയത്തില്ല, പച്ചക്കട്ടയിട്ട് കെട്ടിയ ഒരു വീടിനകത്ത് അല്ലെ ഒരു കിച്ചൺ അകത്ത് ഇവർ ആമേൻ പാകം ചെയ്യുന്നതും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഒരു കുഞ്ഞു വീട്, 2 മുറി മാത്രമേ ഉള്ളൂ. ആ വീട്ടിനകത്ത് ഞാൻ ചെന്ന് കാലുകുത്തി പ്രാർത്ഥിക്കുമ്പോൾ പെട്ടെന്ന് പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞു, ഈ സ്ഥലത്ത് ഒരു മനോഹരമായ വീട് അവർക്ക് ദൈവം കൊടുക്കാൻ പോവുകയാണ്. ആമേൻ. ആ കുടുംബത്തിലെ ദാസൻ, അന്ന് നേരാമണ്ണം കൂലിവേല പോലുമില്ല. ഹല്ലേലൂയ. അങ്ങനെയുള്ള സംഭവത്തിൽ അദ്ദേഹം ഇരുന്ന് ചിരിക്കുക, പാസ്റ്ററെ ഇവിടെ ഒരു വീടോ? അത് പറയുമ്പോഴും അദ്ദേഹത്തിൻ്റെ മനസ്സിനകത്ത് കിടന്ന ഭാര്യമേറെ ചിന്ത എന്തെന്നറിയാമോ? ആമേൻ. 12ാമത്തെ വയസ്സ് മുതൽ കടം മേടിച്ചു തുടങ്ങിയത് 10-30 വയസ്സായിട്ടും കടം തീർന്നിട്ടില്ല. ലക്ഷങ്ങളുടെ കടബാധ്യതകളുണ്ട്. ആമേൻ. അപ്പൻ മരിച്ചത് മുതൽ കടം മേടിച്ചു തുടങ്ങിയ മനുഷ്യനാണ്. 10-30 വയസ്സ് വരെയും ഈ കടബാധ്യത കൊണ്ട് നിറഞ്ഞ മനുഷ്യൻ. ഹല്ലേലൂയ. വാസ്തവമായിട്ട് ഞാൻ പറയട്ടെ, ഇത്രയും കടം കിടക്കുന്ന എനിക്ക് വിദേശത്ത് വരെ പണം കടം മേടിച്ചും പലിശക്കെടുത്തും ജോലിക്ക് പോയി ആ കടം പോലും വിദേശത്ത് നിന്നുള്ള വരുമാനം കൊണ്ട് തീർക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല. അങ്ങനെ തകർന്ന മനുഷ്യൻ, ആമേൻ, പരാജയപ്പെട്ട മനുഷ്യനോട് ദൈവം ഒരു ദൂത് പറഞ്ഞു, ഇവിടെ മനോഹരമായൊരു വീട് വരാൻ പോവുക, നല്ലൊരു ആമേൻ കോൺക്രീറ്റ് ബിൽഡിംഗ് വരാൻ പോവുക. കേട്ടപ്പോൾ അദ്ദേഹം ചിരിച്ചു. എൻ്റെ മുമ്പേ ഇരുന്ന് ചിരിച്ചു. ഞാൻ പറഞ്ഞു, ചിരിക്കേണ്ട ബ്രദറെ, നിങ്ങൾക്ക് പറ്റിയില്ല, ഞാനെങ്കിലും ഒരു ആമേൻ പറയും. ഹല്ലേലൂയ. വാസ്തവമായിട്ട് ഞാൻ പറയട്ടെ, അദ്ദേഹം അതൊന്നും നടക്കാത്ത കാര്യമാണ്. പക്ഷേ കടമേ തീർന്നില്ല, പിന്നെയാണ് ഇനി വീട്, ആമേൻ എന്ന് ചിന്തിച്ചുകൊണ്ടിരുന്ന മനുഷ്യന് ദൈവം എന്ത് ചെയ്തു? ഒരു ദിവസം അദ്ദേഹത്തോട് ഇടപെട്ടോ. ദൈവം പറഞ്ഞു, കർത്താവിൻ്റെ ആലോചന പ്രകാരം അദ്ദേഹം അന്ന് വരെ കൂലിക്കാരനായിട്ട് ജോലിക്ക് പോയെങ്കിൽ അദ്ദേഹം വീടൊക്കെ വയ്ക്കുന്ന കോൺട്രാക്റ്റ് പണി ആമേൻ എടുത്തു ചെയ്യാൻ തുടങ്ങി. വീടുകൾ മൊത്തത്തിലെടുക്കാനും അതിൻ്റെ കോൺട്രാക്റ്റ് ബേസ് എടുക്കാൻ തുടങ്ങി. വാസ്തവമായിട്ട് ഞാൻ പറയും, 1 വർഷത്തിനുള്ളിൽ അദ്ദേഹത്തിൻ്റെ കടബാധ്യത മുഴുവനും ദൈവം തീർത്തത് മാത്രമല്ല, ആമേൻ, അടുത്ത 1-2 വർഷത്തിനകത്ത് ആമേൻ ദൈവം അദ്ദേഹത്തിൻ്റെ ആമേൻ ജോലി മേഖലകളെ വളർത്തുകയും അദ്ദേഹം കൂലി മേടിച്ചുകൊണ്ടിരുന്നു. പക്ഷേ ഇപ്പോൾ അദ്ദേഹം 10-12 പേർക്ക് കൂലി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ആമേൻ. മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ അതേ സ്ഥലത്ത്, പഴയ വീടിന് അതേ സ്ഥലത്ത് അദ്ദേഹം ഇങ്ങോട്ട് എന്നോട് പറയുക, പക്ഷേ ഇതിനൊന്ന് തട്ടിക്കളഞ്ഞേച്ച് ഒരു വീട് വെക്കണമെന്ന് ആഗ്രഹമുണ്ട്. ആമേൻ. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്, ആമേൻ, ദൈവം ഇത് നിവർത്തിയാക്കുക. സാഹചര്യങ്ങൾ നോക്കിയല്ല ദൈവം ദൂത് പറയുന്നത്, മറിച്ച് സാഹചര്യങ്ങളൊന്നും ദൈവത്തോട് ചേർന്ന് നിൽക്കാൻ തയ്യാറാണെങ്കിൽ സാഹചര്യങ്ങൾ നിനക്കൊരു വിഷയമേ അല്ല. എത്ര പേർക്ക് അത് വിശ്വസിക്കാൻ കഴിയും? ഹല്ലേലൂയ. ദൈവത്തോട് ചേർന്ന് നിൽക്കാൻ കഴിയുമെങ്കിൽ സാഹചര്യങ്ങൾ നിനക്കൊരു വിഷയമേ അല്ല. പരിശുദ്ധാത്മാവ് ആരോടൊക്കെ പറയുന്നു, ചില സാഹചര്യങ്ങൾ നോക്കരുത്, ചില ദൂതുകൾ നിനക്ക് വെളിപ്പെടാൻ പോവുക. നിന്റെ ജോലി, നിന്റെ ബിസിനസ് ദൈവം നിന്നോട് പറഞ്ഞത് നിനക്ക് തരാൻ പോവുക. നിന്റെ യാത്രകൾ ദൈവം നിന്നോട് പറഞ്ഞത് അത് നിനക്ക് സംഭവിക്കാൻ പോവുക. എത്ര പേർ അത് വിശ്വസിക്കുന്നുണ്ട്? ഹല്ലേലൂയ. വാസ്തവമായിട്ട് ഞാൻ പറയാം, ഇന്ന് ആമേൻ 2021 ആഗസ്റ്റ് മാസം ആമേൻ ഞാൻ തന്നെ ദൈവകൃപയാൽ ആ വലിയ ഭവനത്തെ, പുതിയ ഭവനത്തെ പ്രതിഷ്ഠിക്കുവാൻ കർത്താവ് എനിക്ക് കൃപ തന്നു. ആ ഫാമിലിയാണ് ഇന്നത്തെ മീറ്റിംഗ് നിങ്ങൾക്ക് വേണ്ടി സ്പോൺസർ ചെയ്തിരിക്കുന്നത്. വാസ്തവമായിട്ട് ഞാൻ പറയാം, ദൈവത്തിൻ്റെ പ്രവൃത്തി അസാധാരണമാണ്. ആമേൻ. ചിരിച്ചു കളഞ്ഞു അല്ലേ? അബ്രഹാം ചിരിച്ചു, സാറ ചിരിച്ചു. വാഗ്ദത്തങ്ങളെയും ആമേൻ നോക്കി ചിരിച്ചു കളഞ്ഞ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് അതിനെ ഉറപ്പിക്കാനാണ് ഞാൻ ഈ അനുഭവം പറഞ്ഞത്. ഹല്ലേലൂയ. വാസ്തവമായിട്ട് ഞാൻ ദൈവം അത്ഭുതങ്ങളുടെ രാജാവ്, ദൈവം അത്ഭുതങ്ങളുടെ ദൈവം. എത്ര പേർക്ക് വിശ്വസിക്കാൻ കഴിയുക? 17-ാം അധ്യായത്തിൽ അബ്രഹാം ചിരിച്ചു, 18-ാം അധ്യായത്തിൽ ആമേൻ സാറ ചിരിച്ചു. 19-20 അധ്യായങ്ങൾ വേറെ 1-2 കാര്യങ്ങൾ സൂചിപ്പിക്കുന്നു. 21-ാം അധ്യായം ആമേൻ അതിൻ്റെ ആമേൻ 21-ാമത്തെ അധ്യായം ആമേൻ അതിൻ്റെ 1-2 വാക്യം, 2-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, ആമേൻ, അബ്രഹാമിൻ്റെ വാർദ്ധക്യത്തിൽ ദൈവം അവനോട് അരുളി ചെയ്തിരുന്ന അവധിക്ക് സാറ ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിച്ചു. കണ്ടോ? ആമേൻ. 17-ൽ അബ്രഹാം ചിരിച്ചു, 18-ൽ സാറ ചിരിച്ചു. 19-20 വിട്ടേക്ക്. 21-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യം പറഞ്ഞത് ഇങ്ങനെയാണ്, ആമേൻ, ദൈവം അവനോട് പറഞ്ഞ അവധിക്ക്, അടുത്ത ആണ്ട് നിന്റെ കയ്യിലൊരു കുഞ്ഞ് ലഭിക്കുമെന്ന് പറഞ്ഞാൽ അതേ സമയത്ത്. ഇത് ഡേറ്റിനോട് അടുക്കുമ്പോഴാണ് പലതിന് വിശ്വാസം നഷ്ടപ്പെട്ടു പോകുന്നത്. വാഗ്ദത്തങ്ങളുടെ ഡേറ്റിനോട് അടുക്കുമ്പോഴാണ് പലതിൻ്റെ വിശ്വാസം നഷ്ടപ്പെട്ടു പോകുന്നത്. ഇന്ന് വിശ്വാസം നഷ്ടപ്പെട്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. നിങ്ങളുടെ സൗഖ്യത്തോട് നിങ്ങൾ അടുത്തിരിക്കുക. മരിക്കത്തില്ല നിശ്ചയം. നിന്റെ കടബാധ്യത കൊണ്ട് മുങ്ങിപ്പോകത്തില്ല. കർത്താവ് നിന്നെ വിടുവിക്കാൻ പോവുക, കൈപിടിച്ച് കയറ്റാൻ പോവുക. വിശ്വസിക്കാൻ തയ്യാറാണോ? സാഹചര്യം നോക്കരുത്. എല്ലാ സാഹചര്യങ്ങളും പ്രതികൂലമായിരിക്കാം, പക്ഷേ അത് നോക്കണ്ട. ദൈവം നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്യാൻ പോവുക. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ താല്പര്യപ്പെടുന്നു. ആരുണ്ട് ഇന്നേ വാക്കിനെ ഒന്ന് മുറുകെ പിടിച്ച് പ്രാർത്ഥിക്കാൻ?
വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനായവൻ. അബ്രഹാം ചിരിച്ചുവെങ്കിലും, ആമേൻ, സാറ ചിരിച്ചു കളഞ്ഞുവെങ്കിലും, സത്യം പറയാലോ, ആമേൻ, എൻ്റെ കർത്താവ് വിശ്വസ്തനാണ്. പറഞ്ഞതുപോലെ ചെയ്യുന്ന ദൈവം. നിനക്കൊരു ഭവനത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നുണ്ടോ? ഒരു ജോബിന് വേണ്ടിയാണ് നീ വെയിറ്റ് ചെയ്യുന്നത്? പരിശുദ്ധാത്മാവ് പറയുന്നു, നൽകാൻ വിശ്വസ്തനായ ഒരു കർത്താവുണ്ട്. എൻ്റെ കൂടെ ചേർന്നൊന്ന് പ്രാർത്ഥിക്കാമോ? അപ്പാ പിതാവേ, പരിശുദ്ധ ദൈവമേ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഈ ശബ്ദം കേട്ടുകൊണ്ട് ദൈവിക വാഗ്ദത്തങ്ങൾക്കും ദൈവിക ദൂതിനു വേണ്ടി കാത്തിരിക്കുന്ന ആരൊക്കെയുണ്ട്? ദൂതുകളുടെ നിവർത്തീകരണത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ആരൊക്കെയുണ്ട്? അപ്പാ പിതാവേ, അവർക്കത് ഓപ്പണാകട്ടെ. അവധികൾ, ആമേൻ കർത്താവ്, തീരട്ടെ. ഹബക്കൂക്കിൻ്റെ പ്രവാചനത്തിൽ പറയുന്നത് പോലെ ദർശനത്തിന് ഒരു അവധി വച്ചിരിക്കുന്നു, അത് സമാപ്തിയിലേക്ക് ബന്ധപ്പെട്ടിരുന്നു, അത് വരും നിശ്ചയം, വഴി തെറ്റിപ്പോകത്തില്ല എന്ന് പറയുന്ന പോലെ കർത്താവേ, അവരുടെ അടുക്കലേക്ക് അത് വേഗത്തിൽ വരട്ടെ, ഓപ്പണാക്കട്ടെ. ഞാനങ്ങനെ പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഭവനങ്ങളില്ലാതിരിക്കുന്നവർക്ക് ഭവനങ്ങളുടെ വഴി തുറക്കട്ടെ ദൈവമേ. അതുപോലെ കർത്താവേ, ജോലിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നവർക്ക് ജോലി തുറക്കട്ടെ, ജോലിയുടെ വാതിലുകൾ തുറക്കട്ടെ കർത്താവേ. വിദേശങ്ങളിൽ പോകാൻ വിസയ്ക്ക് വേണ്ടി ആഗ്രഹിച്ചിരിക്കുന്നവരുടെ പേപ്പറുകൾ വരട്ടെ. ഞാൻ യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, തലമുറകളുടെ കർത്താവെ പഠനങ്ങൾ, അത് വഴികൾ തുറക്കപ്പെടട്ടെ കർത്താവെ. ദൈവപ്രവൃത്തി വെളിപ്പെടട്ടെ. പരിശുദ്ധാത്മാവ് അത്ഭുതം ചെയ്യണം. ഞാൻ യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കടബാധ്യതകൾ മുങ്ങിത്താഴുന്നവരുടെ ബാധ്യതകൾ തീർക്കുവാനുള്ള സാമ്പത്തിക സ്രോതസ്സുകൾ അവർക്ക് തുറക്കപ്പെടട്ടെ. പരിശുദ്ധാത്മാവ്, രോഗികളായിരിക്കുന്നവർ കർത്താവെ, സൗഖ്യമാകത്തില്ലെന്ന് പറഞ്ഞവർക്ക് സൗഖ്യം ദൈവത്തിൻ്റെ വാഗ്ദത്തം പോലെ അവർക്ക് പ്രാപിക്കട്ടെ കർത്താവെ. ഞാനങ്ങനെ പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും ബ്ലെസ് ചെയ്യുന്നു. യേശു ക്രിസ്തുവിൻ നാമത്തിൽ കേൾക്കണം നല്ല പിതാവേ. ആമേൻ, ആമേൻ. വിശ്വസിക്കുക, വാക്ക് പറഞ്ഞവൻ വാക്ക് മാറുകയില്ല. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളുണ്ടെങ്കിൽ ഞങ്ങളുടെ പ്രയർ ലൈൻ നമ്പർ കൊടുത്തിട്ടുണ്ട്, വാട്സാപ്പ് നമ്പറുണ്ട്, നിങ്ങൾക്കതിൽ വിളിക്കാം, സെൻഡ് ചെയ്യാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അതുപോലെ ഞങ്ങളുടെ പ്രോഗ്രാമുകൾ ഓരോ ദിവസവും മുന്നോട്ട് പോകുന്നത് നിങ്ങളുടെ സ്പോൺസർഷിപ്പിലാണ്. ഈ പൗരുഷൻ ചാനലിൽ ഞങ്ങളുടെ പ്രോഗ്രാമിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും സ്പോൺസർ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ദയവായി താഴെ കാണുന്ന കോൺടാക്റ്റ് നമ്പറിൽ ഞങ്ങളെ വിളിക്കുക. ഞങ്ങളുടെ വോളണ്ടിയേഴ്സ് നിങ്ങൾക്ക് അതിനുള്ള ഡയറക്ഷൻസ് നൽകുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ ഞങ്ങളൊരു യൂട്യൂബ് ചാനൽ ഞങ്ങൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആമീൻ. നിങ്ങളുടെ മൊബൈലിൽ നിങ്ങൾക്കത് സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. പാസ്റ്റർ റെജി തിരുവനന്തപുരം എന്ന് നിങ്ങൾക്ക് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ ലഭിക്കും. ദിവസേന ഞങ്ങളുടെ പ്രോഗ്രാമുകൾ അതിൽ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. ഞങ്ങളുടെ ഫ്രൈഡേ ഫാസ്റ്റിംഗ് പ്രയർ, സൺഡേ ലൈവ്, ഞങ്ങളുടെ മറ്റ് ഡെലിവറൻസ് മീറ്റിങ്ങുകൾ, കൊല്ലം മീറ്റിംഗ്, അങ്ങനെയുള്ള തൃശ്ശൂർ ഇതെല്ലാം ഇതിൽ അപ്ഡേറ്റ് ആവുന്നുണ്ട്. ലൈവ് ഉണ്ട്, നിങ്ങൾക്ക് കാണാം, അനുഗ്രഹീതരാകുക. അതുപോലെ വരുന്ന ശനിയാഴ്ച കൊല്ലത്ത് ചിന്നക്കട വരിഞ്ഞൻ ടവറിൽ രാവിലെ 10 മുതൽ ഉച്ചയ്ക്ക് 12:30 വരെ ഞങ്ങളുടെ ഡെലിവറൻസ് മീറ്റിംഗ് നടക്കുന്നുണ്ട്. കൊല്ലം ജില്ലയിലെ എല്ലാ പ്രിയപ്പെട്ടവരെയും ഞാൻ ആ മീറ്റിങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ അടുത്ത ശനിയാഴ്ച സെക്കൻഡ് സാറ്റർഡേ തൃശ്ശൂർ ഭാഗത്ത് ചെമ്പുകാവ് റോട്ടറി ക്ലബ്ബ് ഹാളിൽ വെച്ച് രാവിലെ 10 മുതൽ 1 മണി വരെ ഞങ്ങളുടെ ഡെലിവറൻസ് മീറ്റിംഗ് ഉണ്ട്. വൈകുന്നേരം 4 മണി മുതൽ എറണാകുളത്ത് കച്ചേരിപ്പടി ചിറ്റൂർ റോഡിൽ OMC ഹാളിൽ വെച്ച്, OMCയുടെ മിനി ഹാളിൽ വെച്ച് ഞങ്ങളുടെ ഡെലിവറൻസ് മീറ്റിംഗ് നടക്കുന്നുണ്ട്. വൈകുന്നേരം 4 മണി മുതലാണ്. നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക, കടന്നു വരിക. ദൈവം അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. ആമേൻ.